നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കമാൻഡ് നോക്കാം. ഇവിടെ pip3 install Django ഈസിക്കൽ 2.03 എന്ന് കൊടുത്തിരിക്കുന്നത് ജാങ്കോയുടെ വേർഷൻ പറഞ്ഞു കൊടുത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. ജാങ്കോയുടെ വേർഷൻ പറഞ്ഞു കൊടുത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. ഇവിടെ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഡിപ്പെൻഡബിലിറ്റി മാനേജർ ഇതാണ് പിപ്പ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ്, സബ് പ്രോഗ്രാം. പിപ്പ് മീൻസ് പൈത്തൺ പാക്കേജ് അല്ലെ, പാക്കേജ് ഇൻസ്റ്റാളർ പാക്കേജ്, അങ്ങനെ എന്താണ് ഫുൾ ഫോം വരുന്നത് പിപ്പിന്റെ. എന്തായാലും അതിന് ഡിപ്പെൻഡബിലിറ്റി മാനേജർ ആണ്. ഡിപ്പെൻഡബിലിറ്റി മാനേജർ പൈത്തന്റെ കൂടെ നമുക്ക് എന്ത് സാധനങ്ങൾ ഇതുപോലെ ആഡ് ചെയ്യാം, പിപ്പ് വെച്ച് ആഡ് ചെയ്യാം. ഇവിടെ pip3 എന്നാണ് എഴുതിയിരിക്കുന്നത്, പക്ഷെ നമുക്ക് പിപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇത് കിട്ടും. പിപ്പ് എന്ന് കൊടുത്താൽ കിട്ടും. അതുപോലെ തന്നെ ഇൻസ്റ്റാൾ ജാങ്കോ, ഈ വേർഷൻ ഇങ്ങനെ കൊടുക്കണം നിർബന്ധമില്ല, ഈക്വൽ വേർഷൻ കൊടുക്കാൻ നിർബന്ധമില്ല. അപ്പൊ ലേറ്റസ്റ്റ് വേർഷൻ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ജാങ്കോ എന്ന് മാത്രം ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് വേർഷൻ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ആയി വരും. നെക്സ്റ്റ് ജാങ്കോ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന കമാൻഡ് ആണത്. ഇതെല്ലാം നമ്മൾ CMD എന്ന് പറയുന്ന കമാൻഡ് പ്രോംപ്റ്റ് വഴിയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ആദ്യം തന്നെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും. മേക്ക് ഡയറക്ടറി ഉപയോഗിച്ച് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും. അത് നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. ഫ്ലാസ്ക് ചെയ്യുമ്പോൾ തന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ചെയ്യുമ്പോൾ തന്നെ മേക്ക് ഡയറക്ടറി ഒക്കെ ഉപയോഗിച്ച് ചെയ്യാറുണ്ട്. പണ്ടത്തെ ഒരു കമാൻഡ് പ്രോംപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. പണ്ടൊക്കെ മുമ്പ് മൗസ് ഒന്നും ഇല്ലാത്ത സമയത്ത് ഈ ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നു. അന്ന് ഉണ്ടാക്കിയ വെച്ചിരുന്ന കമാൻഡുകളൊക്കെ തന്നെയാണ് ഇന്നും നമ്മൾ യൂസ് ചെയ്യുന്നത്. മേക്ക് dir, cd, ചേഞ്ച് ഡയറക്ടറി, cd. ഓക്കെ, അപ്പൊ ആ dir എന്ന് കൊടുത്തുകഴിഞ്ഞാൽ അതിലുള്ള ഡയറക്ടറി ഫയൽസും എല്ലാം കാണിച്ചു. അപ്പൊ അതുപോലെ കമാൻഡ് പ്രോംപ്റ്റിലെ കമാൻഡ് ആയിട്ടുള്ള മേക്ക് ഡയറക്ടറി ഉപയോഗിച്ചൊരു ഡയറക്ടറി, ഒരു ഫോൾഡർ നമുക്ക് ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം ഇവിടെ സ്മോൾ ലെറ്റർ ആണ് ജാങ്കോ, ഡി സ്മോൾ ലെറ്റർ ആണ്. ഞാനിവിടെ ക്യാപിറ്റൽ ടൈപ്പ് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നതാണ്. ജാങ്കോ -admin സ്പേസ് സ്റ്റാർട്ട് പ്രോജക്ട് സ്പേസ് പ്രോജക്ട് നെയിം ഡോട്ട്. ഇവിടെ പ്രോജക്ട് നെയിം എന്നുള്ളത് നമുക്ക് ഇഷ്ടമുള്ള ഒരു നെയിം കൊടുക്കാം, പ്രോജക്ട് നെയിം. അത് കഴിഞ്ഞിട്ട് സ്പേസ് ഇട്ടിട്ട് ഒരു ഡോട്ട് കൂടി കൊടുക്കണം. കാരണം നമ്മൾ ഓൾറെഡി ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നേരിട്ട് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ നേരിട്ട് കൊടുത്താലും മതി. അതുപോലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പ്രൊജക്ട് നെയിമിന്റെ ഫോൾഡർ, അങ്ങനെ ഒരു പേരിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും. അതിന്റെ ഉള്ളിൽ വീണ്ടും അതേ പേരിൽ തന്നെ ഒരു സബ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും. അത് ചിലപ്പോൾ കൺഫ്യൂഷൻ ഇടയാക്കും. അതൊക്കെ കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കാം ചിലപ്പോൾ. പിന്നെ ആ ഫോൾഡറിനുള്ളിലേക്ക് നമ്മൾ കയറണം CD എടുത്തിട്ട്, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഡോട്ട് ഉപയോഗിക്കുന്നത്. ടു എലിമിനേറ്റ് ക്രിയേറ്റിംഗ് സബ് ഫോൾഡർ. നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. ആ കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഡോട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ കമാൻഡ് ഈസ് യൂസ്ഡ് ടു എലിമിനേറ്റ് ക്രിയേറ്റിംഗ് സബ് ഫോൾഡർ ഫോർ അവർ പ്രോജക്ട് ഫോൾഡർ. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്കൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം.